പലപ്പോഴും നമുക്ക് വരുന്ന മെസ്സേജുകൾ ചിലപ്പോൾ അതിൻ്റെ അർത്ഥമറിയാതെ നമ്മൾ പലപ്പോഴും വിഷമിക്കാറുണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ മൊബൈൽ കമ്പനികളുടെ മെസ്സേജുകൾ നമുക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷിലോ മെസ്സേജ് ഷെയർ ചെയ്ത് തന്നാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്ത് തന്നാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ആ ഒരു വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ നൽകിയ ആ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വളരെ ഈസിയായി ആ ഒരു വെബ്സൈറ്റിൽ വെച്ചുകൊണ്ട് തന്നെ, നിങ്ങൾ വാട്സപ്പിലാണെങ്കിൽ ആ ഒരു വാട്സപ്പിൽ നിങ്ങളുടെ മെസ്സേജ് കാണുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വന്ന ഏതെങ്കിലും മെസ്സേജ് ആ ഒരു ഇമെയിൽ മെസ്സേജിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജിന്റെ മലയാളം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓഫീസുകളിൽ നിന്ന് വരുന്ന നമുക്ക് മെസ്സേജുകൾ പലപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ കമ്പനികളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ പലപ്പോഴും നമുക്ക് ഹിന്ദിയിലോ മറ്റോ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജുകളിലുള്ള മെസ്സേജ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയും ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്ന് സ്ക്രീൻ ട്രാൻസ്ലേറ്റ് എന്നൊരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. എന്നാൽ ഞാൻ ഉപയോഗിച്ച എല്ലാ ആപ്ലിക്കേഷനും വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴെയായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിന് തൊട്ട് താഴെയായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഞാനത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ രണ്ടാമതായി കാണുന്ന ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ മലയാളം എന്ന് സെലക്ട് ചെയ്യുകയാണ്. കാരണം ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ വേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ മലയാളം എന്ന് കാണുന്ന ഭാഗത്ത് ഇതുപോലെ സെലക്ട് ചെയ്തു. താഴെ ക്ലോസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഭാഗത്ത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അറബി ആണെങ്കിൽ അറബി, മറ്റേത് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ സെലക്ട് ചെയ്തുകൊണ്ട് രണ്ടാമതായി കാണുന്ന ഭാഗം മലയാളം എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷന് സൗകര്യമുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ വലതുഭാഗത്തായി കാണുന്ന ഈ ട്രാൻസ്ലേറ്റ് വിത്ത് വോയിസ് ആൻഡ് ക്യാമറ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കും. മാത്രമല്ല വോയിസും ഇതുപോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഇടത് ഭാഗത്തായി കാണുന്ന ഈ ഒരു ചുവന്ന റൗണ്ട് ബട്ടൺ അതും നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു തുടങ്ങും. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലൊരു ബബിൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബബിളാണ് നമുക്ക് മറ്റ് ലാംഗ്വേജുകളിൽ നിന്ന് നമ്മുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു നോക്കാം. ഞാൻ അതിനുവേണ്ടി എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇംഗ്ലീഷിലൊരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ മലയാള വിവർത്തനം എങ്ങനെ ലഭ്യമാകുമെന്ന് പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഈ ബബിൾ ഏതൊരു ടെക്സ്റ്റിൻ്റെ വിവർത്തനമാണ് ലഭിക്കേണ്ടതെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന് മുകളിലായി കൊണ്ടുപോയി വെക്കുക. ഇതുപോലെ ആ ഒരു ബബിൾ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ബബിൾ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ബ്ലാക്ക് നിറത്തിലേക്ക് ഈ ഒരു ബബിൾ മാറിയത് കാണാൻ സാധിക്കും. തുടർന്ന് ആ ബബിൾ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് എനിക്ക് വിവർത്തനം ചെയ്ത് നൽകേണ്ട ടെക്സ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇതൊന്ന് വിട്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീനിൽ ആ ഒരു ഇംഗ്ലീഷ് ടൈപ്പും അതുപോലെ തന്നെ താഴെയായിട്ട് അതിൻ്റെ മലയാള വിവർത്തനം കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ടെക്സ്റ്റ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റ് കോപ്പി ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാട്സപ്പിലേക്കോ മറ്റോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും.
വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് മലയാളം വിവർത്തനം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഗൂഗിളിൽ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ മലയാള വിവർത്തനം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ബബിൾ ഇവിടെ കൊണ്ടുപോയി വെച്ച് ആ ഒരു ബബിൾ നമ്മൾ ടച്ച് ചെയ്ത് ആ ഒരു ടെക്സ്റ്റിന് മുകളിലായി നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ മലയാള വിവർത്തനം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത ഒരു ഇംഗ്ലീഷിനും മലയാള വിവർത്തനം കൂടെ കാണാൻ സാധിക്കും. ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കോപ്പി ചെയ്യാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.